എല്ലാവർക്കും നമസ്കാരം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 18ാമത്തെ നക്ഷത്രമാണ് നിങ്ങളുടെ ഈ തൃക്കേട്ട നക്ഷത്രം. ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ നക്ഷത്രനാഥൻ അത് ബുധനാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളോടൊപ്പമുള്ള ആയില്യം, തൃക്കേട്ട, രേവതി ഈ ഗ്രൂപ്പിൽ വരുന്ന നിങ്ങൾ ഈ 3 നക്ഷത്രങ്ങളും ബുധൻ ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ്. മാത്രവുമല്ല, ജ്യോതിഷത്തിൽ തൂങ്ങിയാടുന്ന കുണ്ഡലമാണ് ഈ നക്ഷത്രത്തിൻ്റെ ആ ഒരു അടയാളമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പുരാണങ്ങളിലെല്ലാം പറയുന്നത് പോലെ ഈ സൂര്യഭഗവാൻ കർണന് നൽകിയിരിക്കുന്ന കവചകുണ്ഡലങ്ങളിൽ ഈ ചെവിയിലിടുന്ന കമ്മലിന് സമാനമായിട്ടുള്ള കുണ്ഡലങ്ങളാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ആ ഒരു അടയാളമായിട്ട് ജ്യോതിഷത്തിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഒരു അടയാളം കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കും ആ നക്ഷത്രത്തിൻ്റേതായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും അത് ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും. ഞാനീ പറഞ്ഞതിൽ യാതൊരു സംശയവും ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട. അതിനൊരു പക്ഷേ ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ചെറിയ സംശയമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന നിങ്ങളുടെ ആ സ്വഭാവ പ്രത്യേകതകൾ അത് കൃത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനീ പറഞ്ഞത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണെന്ന്. കാരണം അത് അങ്ങനെ വരൂ. പ്രത്യേകിച്ചും നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, അതായത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നേരിട്ട സന്ദർഭങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുർഘടാവസ്ഥയിൽപ്പെട്ട ആ ഒരു സന്ദർഭമായിക്കോട്ടെ, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ചതി പറ്റും എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പായ ചില സന്ദർഭങ്ങളിൽ പോലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ തനതായ വാക്ചാതുര്യത്തിൻ്റെയും പെട്ടെന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ തെളിയുന്ന ആ ഒരു ഉപായവും ഉപയോഗിച്ചിട്ടാണ്. വാസ്തവത്തിൽ ഈ ഒരു പ്രത്യേകത തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ ഇതുവരെ മുന്നോട്ട് നയിച്ചത്. മാത്രവുമല്ല, നിങ്ങളെ മറ്റാളുകൾക്ക് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പേടിപ്പിച്ചോ കീഴടക്കാൻ സാധിക്കില്ല. പകരം അവരുടെ നിസ്സഹായ അവസ്ഥ നിങ്ങളെ അവർ അറിയിക്കും. അതോടുകൂടി നിങ്ങളുടെ മനസ്സലിയും. ഇങ്ങനെ മാത്രമേ നിങ്ങളെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു യാചകൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നു. അയാളുടെ ജീവിതം വളരെ ദയനീയമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബോധ്യമായാൽ അയാളെ നിങ്ങൾ വെറും കൈയോടുകൂടി തിരികെ വിടാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിക്കില്ല. അതിനിപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങളോട് മറ്റാരെങ്കിലും വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുക കടം ചോദിക്കുന്നു എന്നിരിക്കട്ടെ. വാസ്തവത്തിൽ അവർക്ക് അത്ര വലിയ അത്യാവശ്യമൊന്നും ഉണ്ടാകില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ആ തുക അത് കൈക്കലാക്കണം എന്നുള്ളതാകാം അവരുടെ ലക്ഷ്യം. പക്ഷേ അവർ ആ സമയത്ത് സങ്കടപ്പെട്ടുകൊണ്ടാണ് അത് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ പോലും എന്ത് ത്യാഗം സഹിച്ചും ആ തുക എങ്ങനെയെങ്കിലും അത് സംഘടിപ്പിച്ച്, അതായത് കണ്ടെത്തി നിങ്ങൾ അവർക്ക് കൈമാറിയിരിക്കും. അതോടുകൂടി ആ തുകയുടെ ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കേണ്ടിയും വരും. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ ഫലങ്ങളിലേക്ക് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഇതിൽ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് പരമപ്രധാനമാണ്. ഈ സാധാരണ നക്ഷത്രഫലങ്ങൾ പറയുന്ന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഈ ശ്രേണിയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ആ പ്രായമനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ പ്രസൻറ്റ് സമയത്തെ, അല്ലെങ്കിൽ ഈ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം, ഇവിടെ ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. മാത്രവുമല്ല, ഈ പ്രയോജനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുകയുമില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ നിങ്ങളിനി പിന്നിടാൻ പോകുന്ന ഓരോ പ്രായത്തിലും ഞാൻ ഇനി എന്ത് മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച നിങ്ങളുടെ ആ വയസ്സ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലം ആയതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞു പോയേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ഫലങ്ങളും അത് കൃത്യമായിരിക്കും. ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിൽ അവരുടെ കഴിഞ്ഞുപോയ പാസ്റ്റും ഇനി അവർക്ക് വന്നു ചേരാനുള്ള അവരുടെ ഫ്യൂച്ചറും അത് ഏകീകരിച്ചുകൊണ്ട് ഇവിടെ ഫലം പറയുന്നത്. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 18ാമത്തെ നക്ഷത്രമായ ഈ ബുദ്ധിശക്തിയുടെയും വാക്ചാതുര്യത്തിൻ്റെയും പ്രതീകമായ ബുധഭഗവാൻ നക്ഷത്രനാഥനായിട്ടുള്ള അതീവ ദൃഢനിശ്ചയവും നേതൃത്വ ഗുണവുമുള്ളൊരു നക്ഷത്രമാണ് നിങ്ങളുടെ ഈ തൃക്കേട്ട നക്ഷത്രം. ഇതിനെ സംസ്കൃതത്തിൽ ജ്യേഷ്ഠ നക്ഷത്രം എന്നും പറയാറുണ്ട്. മാത്രവുമല്ല, വിശ്വാസപ്രകാരം ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിദേവത. ജ്യോതിഷത്തിൽ ചക്രവർത്തിമാരുടെ കുടയോ അല്ലെങ്കിൽ കാതിൽ തൂക്കുന്ന കുണ്ടലമോ ആണ് ഇതിൻ്റെ ആ ഒരു അടയാളമായിട്ട്. ഒരു കുട അത് എത്ര വലിയ കൊടും വെയിലാണെങ്കിലും ശരി, മഴയത്താണെങ്കിലും ശരി, മറ്റുള്ളവർക്ക് ഒരു തണലായി മാറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിലൊന്നും തളരാതെ സ്വന്തം വാക്ചാതുര്യം കൊണ്ടും നേതൃത്വ ഗുണം കൊണ്ടും മറ്റുള്ളവർക്കൊരു തണലായി നിങ്ങൾ മാറുന്നതായിരിക്കും. അങ്ങനെ മാറാനും ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ വെട്ടിപ്പിടിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും ധൈര്യത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമായ ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികക്കൂറിലാണ്. നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ ബുധനുമായതുകൊണ്ട് ചൊവ്വയുടെ ആ തൻ്റെ ഇടവും അസാമാന്യ ധൈര്യവും ബുധൻ്റെ അളക്കാനാകാത്ത ബുദ്ധിശക്തിയും വിവേകവും അത് ഒരുപോലെ സമ്മേളിച്ച നക്ഷത്രക്കാരാണ് നിങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരുടെയും കീഴിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തവർ, സ്വന്തം അഭിപ്രായങ്ങൾ ആരുടെയും മുഖത്തു നോക്കി വെട്ടിത്തുറന്ന് പറയുന്നവർ, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വലിയ സ്നേഹവും കാരുണ്യവും സൂക്ഷിക്കുന്നവർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ വരുമ്പോൾ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ആസൂത്രണ മികവ് കൊണ്ടും സമൂഹത്തിൽ വളരെ വലിയ പദവികൾ വരെ നേടിയെടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില സ്വഭാവ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബുധഭഗവാന്റെ മഹാദശയിലാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങോട്ട് കടന്നു പോകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ മാതാപിതാക്കൾക്ക് ചില അലച്ചിലുകളോ അല്ലെങ്കിൽ ആശങ്കകളൊക്കെ നൽകിയേക്കാം. അല്ലെങ്കിൽ ശ്വാസതടസ്സം, ശിരസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അലർജികൾ എന്നിവയെല്ലാം ഈ പ്രായത്തിൽ ഇവർക്ക് സാധാരണമായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ ജാതകത്തിൽ ബുധൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ മറ്റു കുട്ടികളെക്കാൾ ബുദ്ധി സാമർഥ്യം ഇവർ കാണിച്ചിരിക്കും. എന്നാലും അല്പം വാശിയും തൻ്റെ ഇടവും പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ഈ കുട്ടികൾ. ഇനി ഇവരുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് മുതിർന്നവരെ തന്നെ മുട്ടുകുത്തിക്കുന്നവരായിരിക്കും ഇവർ. ഇവരുടെ പഠനകാര്യങ്ങളിൽ ഇവർ അതീവ മിടുക്കന്മാരുമായിരിക്കും. പൊതുവെ കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാനും പൊതുവിജ്ഞാന കാര്യങ്ങളിൽ അതും ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ മുതൽ ഒരു പ്രത്യേക കഴിവ് ഇവർ പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ആ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടായിരിക്കും ഇവരുടെ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം പൂർത്തിയാക്കിയെടുക്കുക. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ
15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക എന്ന് വ്യക്തമായി നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന കേതുദശയും തുടർന്ന് വരുന്ന ശുക്രദശയും നിങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യബോധവും കരിയറിലെ നിർണായക വഴിത്തിരിവുകളും നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്ന ആ ഒരു സമയമാണ്. ഇത് പ്രത്യേകിച്ചും ഈ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇതിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹമാറ്റങ്ങൾ വരുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ സമയത്ത് ഈ എൻജിനീയറിംഗ്, പോലീസ്, ഡിഫൻസ്, IT അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡ്, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിയമം, അങ്ങനെയുള്ള മേഖലകളെല്ലാം ഈ സമയത്താണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ 23 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ മാന്യമായിട്ടുള്ള ആ ഒരു വരുമാന മാർഗം നിങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. അതായത് ഈ 23 വയസ്സിൽ വലിയൊരു ജോലി കിട്ടും എന്നല്ല പറഞ്ഞു വരുന്നത്, അതിലേക്ക് തിരിയാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ പറഞ്ഞ പ്രായമായിരിക്കും. അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ഈ സൗഹൃദങ്ങൾക്ക് വലിയ സ്ഥാനം നൽകുന്നത് കൊണ്ട് വളരെയധികം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിത്തീരും. അതോടൊപ്പം പ്രണയബന്ധങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരെ അപേക്ഷിച്ച് വളരെയധികം നിങ്ങൾക്ക് കൂടുതലായിരിക്കും. മാത്രവുമല്ല ഈ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ വളരെയധികം കണിശത, അത് എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു നിർബന്ധം നിങ്ങൾ പിടിക്കുന്നതുകൊണ്ട് പല നിസ്സാര പ്രശ്നങ്ങളും അത് വലിയൊരു ഇഷ്യൂ ആയി മാറുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിനാൽ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് നിങ്ങളുടെ ആ ഒരു ഔദ്യോഗിക ജീവിതത്തിന് ഒരു ഭദ്രത കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. പ്രത്യേകിച്ചും 26 വയസ്സിന് ശേഷം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതവും അതിനോടൊപ്പം തന്നെ വിവാഹപ്രായവും തെളിഞ്ഞിരിക്കും. അതിന് നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിത സഞ്ചാരഗതി ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാലഘട്ടമാണ് ഈ മധ്യവയസ്ക കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നത് കൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും, പ്രത്യേകിച്ചും ഈ ബിസിനസ്സിൽ, അത് ചെറുകിട ബിസിനസ് ആവട്ടെ അല്ലെങ്കിൽ വൻകിട ബിസിനസ് ആയിക്കോട്ടെ, വലിയ പുരോഗതി അതിൽ തീർച്ചയായിട്ടും ദൃശ്യമാകും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ അനുകൂല സ്ഥാനങ്ങളിൽ വരുന്നത് കൊണ്ട് സ്വന്തമായി പുതിയൊരു വാഹനമോ അല്ലെങ്കിൽ സ്വന്തമായൊരു വീടോ ഭൂമിയോ വാങ്ങിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല ഈ സമയത്ത് വിദേശ യോഗം ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള വഴി വളരെ പെട്ടെന്ന് തെളിഞ്ഞു കിട്ടും. മാത്രമല്ല ഈ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ഈ സമയത്താണ് വളരെ തെളിഞ്ഞു കാണുന്നതും. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ഈ വിശ്വസ്തരിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചതികളോ വഞ്ചനകളൊക്കെ നേരിടേണ്ടി വരാനുള്ള സാഹചര്യങ്ങളും ഈ സമയങ്ങളിൽ സംജാതമാകും. എന്നാൽ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായിട്ട് ചെറിയ രീതിയിലുള്ള യുഗ പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാകാമെങ്കിലും അത് അധികം വൈകാതെ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ട് കിട്ടുന്നതായിരിക്കും. എന്നാൽ 45 വയസ്സിന് ശേഷം സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും നല്ല ദശാകാലങ്ങൾ നിങ്ങൾക്കിങ്ങോട്ട് വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും വലിയ പ്രതാപവും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. മാത്രവുമല്ല വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ള ചില ബിസിനസ്സുകളെല്ലാം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് ഈ സമയത്താണ് സാധിക്കുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം അതെങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ തൃക്കേട്ട നക്ഷത്രക്കാരും ഈ പറഞ്ഞതുപോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. അങ്ങനെ വേണം നിങ്ങൾ ഈ ഫലപ്രവചനങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ള വലിയൊരു അധികാരത്തിൻ്റെയും സമൂഹത്തിൽ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനം നിങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെയും ആ ഒരു കാലഘട്ടമായിരിക്കും. പറയാൻ കാരണം
55 വയസ്സിന് ശേഷം നിങ്ങൾക്ക് വരുന്ന സൂര്യദശയുടെയോ അല്ലെങ്കിൽ ചന്ദ്രദശയുടെയോ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോഗം ഉണ്ടായിത്തീരും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളെ ദർശിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയ ആദരവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക തൃക്കേട്ട നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ നിങ്ങളുടെ മറ്റു ബാധ്യതകളെല്ലാം തീർത്ത് നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിതം നയിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ പ്രായത്തിൽ പൊതുവെ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ആരോഗ്യം നിങ്ങളുടെ കൈവിട്ട് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയമാണ് നിങ്ങളുടെ ഈ പ്രായം കൂടി വരുന്ന സമയത്ത് സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യായാമ മുറകൾ നിങ്ങൾ അഭ്യസിക്കുക. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലും വേണ്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമായിരിക്കും. അതിന് അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിന് മുകളിലേക്കും ഈ കണക്ക് വെച്ചുകൊണ്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായും ഈശ്വരചിന്തയിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായിട്ടുള്ള ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്ക് ആ സമയത്ത് സംജാതമാകുന്നത്. പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ക്ഷേത്രകാര്യങ്ങളിൽ മുൻകൈ എടുക്കാനും ഈ പ്രായത്തിൽ നിങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന കഠിനമായ വഴികളെക്കുറിച്ചിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വിചാരം ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഊർജ്ജം ഉൾക്കൊള്ളാനും തീർച്ചയായിട്ടും ഈ സമയം സാധിക്കും. അപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ തല കുനിക്കാതെ നല്ല തൻ്റെ ഇടത്തോടു കൂടി വളരെയധികം അന്തസ്സോടു കൂടിയും നിങ്ങളുടെ ആ വാർദ്ധക്യകാലം നയിക്കാൻ നിങ്ങൾ ഭാഗ്യമുള്ളവരായി തീരും. മാത്രമല്ല, കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും കൃത്യമായ ബഹുമാനവും പരിചരണവും ഈ സമയത്ത് നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവുകയും ചെയ്യും. അതിന് നിങ്ങളുടെ ഈ ജീവിത കാലഘട്ടത്തിൽ 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ആ ഒരു ജീവിതം അതൊന്ന് ചുരുക്കി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് പോരാട്ടങ്ങളിലൂടെയും കഠിന ശ്രമങ്ങളുടെയും ഒക്കെ കടന്നു പോകുമെങ്കിലും ഈ മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിൽ സർവ്വവിധ പ്രതാപത്തോടും കൂടി അതും രാജകീയമായി ജീവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട, അതായത് ഈ പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലങ്ങളിലൂടെ ഇവിടെ വിവർത്തനം ചെയ്ത് പറയാനുള്ളത്. അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചിട്ടൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിൽ ആ ഗ്രഹനില അനുസരിച്ച് ഈ വഴിപാട് കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, എങ്കിൽ പോലും ഏറെക്കുറെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് ഈ ബുധൻ്റെ ദോഷങ്ങളകന്ന് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി അവിടെ ഭഗവാന് തുളസിമാലയും പാൽപ്പായസവും വഴിപാട് കഴിപ്പിക്കുന്നത് അതീവ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ തൃക്കൈവെണ്ണയോ പുരുഷ സൂക്തമോ വഴിപാടായി ചെയ്യിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിയൽ ലൈഫുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം പ്രൊഡക്ഷനായിട്ട് നമുക്കിവിടെ ഈ നക്ഷത്രഫലങ്ങളിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.